അനന്തപുരിയിൽ ഇനി അങ്ങോട്ട് കനകയുടെ ദിവസങ്ങളാണ്. ഇനി അങ്ങോട്ട് കനക എന്ത് പറയുന്നോ അത് ദേവ്യാനി കേട്ടേ പറ്റൂ. അതായത് ദേവ്യാനി ഇത്രയും കാലം തെറ്റിദ്ധരിച്ചാണ് അവരോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്തതെങ്കിലും കനക അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ എട്ടിന്റെ പണി തന്നെ ദേവ്യാനിക്ക് ഇട്ട് കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. മുതലും പലിശയും ചേർത്ത് എല്ലാം കൂടി തിരിച്ചു കൊടുക്കുന്നുണ്ട് കനക. എന്തായാലും നമ്മൾ പ്രേക്ഷകര് അത്തരത്തിലുള്ള ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ആ എപ്പിസോഡ് തുടങ്ങിയാലോ? ആദ്യം തന്നെ കാണിക്കുന്നത് കനക നന്ദാവനത്തിൽ എത്തുന്നതാണ്. കനക കയറി വരുമ്പോ തന്നെ സന്തോഷത്തോടെ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് നന്ദുവിന്റെ നോട്ടം കണ്ടിട്ട് കനക ചോദിക്കുന്നുണ്ട്, എന്തടി പെണ്ണെ ഇങ്ങനെ നോക്കുന്നു? അല്ല, അമ്മയ്ക്ക് എവിടെയാ ഒരു പിരി ലൂസായതെന്ന് നോക്കുമായിരുന്നു. ഇങ്ങനെ പോയാലേ എനിക്ക് ചിലപ്പോ ഒന്നല്ല ഒന്നിൽ കൂടുതൽ പിരി ലൂസാവും. അപ്പൊ നന്ദു ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, അല്ല അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? ഇന്നെന്തോ സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലോ. എന്താ അമ്മേ, ഞാനും കൂടി കേട്ടെ, പറ. അല്ല ഇനി ചേച്ചിമാര് വല്ലതും വരുന്ന വഴിക്ക് കണ്ടോ? ഞാൻ കാണേണ്ടവരൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത്. ആരെയും അമ്മയെ കണ്ടത്? പറ. അതൊക്കെ പറയാൻ സമയാവുന്നേ ഉള്ളൂ. എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എനിക്കൊരിടം വരെ പോവാനുണ്ട്. നീ കൂടി വരുന്നു? വരുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മ ഇപ്പൊ പറഞ്ഞ കാര്യം പറ. എന്ത്? ആരെയും കണ്ടതെന്നോ? അതിപ്പൊ ഞാൻ പറയില്ല നന്ദുട്ടാ. ആദ്യം ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് നിന്നോട് പറയാം. ആ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത്. കനകെ, ഞാൻ നിന്നെ എവിടെയെല്ലാം തിരക്കി. നീ ഇത് എവിടെ പോയി വരിക? ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്റെ ഗോവിന്ദേട്ടൻ ക്ഷീണം കൊണ്ട് കിടക്കുമല്ലായിരുന്നു. എഴുന്നേൽക്കിന് മുന്നേ എത്താന്ന് കരുതി പോയതായിരുന്നു. എങ്ങോട്ടേക്കാ പോയത്? ഞാൻ ക്ഷേത്രത്തിലേക്കൊന്ന് പോയതായിരുന്നു, ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കാൻ. ഓ, എന്നിട്ട് പോയോ? ഞാൻ പോയി. നന്നായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായാലും ഇന്ന് നല്ല മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. എന്താ നീ കണ്ടത്? അതൊക്കെ ഞാൻ പറയാം ഗോവിന്ദേട്ടാ. അതിനെ കുറച്ചും കൂടി സമയം എനിക്ക് തരണം. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ദേ അമ്മ വെറുതെ സസ്പെൻസ് ഇട്ടത് കാര്യം പറയാൻ നോക്കി. ഇപ്പൊ ഞാൻ പറയില്ല. ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, അപ്പൊ തന്നെ പറയൂ. എനിക്കിപ്പൊ പോലീസ് വേഷം ഇടേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ എന്റെ മോള് പോലീസ് സ്റ്റേറ്റ് ഇട്ട് ഇങ്ങോട്ട് വാ, ഒരു ചട്ടക്കെടുത്തൊന്ന് തരും ഞാൻ. ഗോവിന്ദേട്ടാ, ഞാനേ അനന്തപുരി വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മ അനന്തപുരിയിലേക്കാണോ പോകുന്നത്? അതെ. ഗോവിന്ദേട്ടനുണ്ടോ? നീയും കൂടെ വേണമെങ്കിൽ പോര്. അയ്യോ, ഞാനില്ലേ. അവിടെ അനാമിക കാണും. അവക്ക് പിന്നെ എന്നെ കാണുമ്പോ ഇഷ്ടാവില്ല. അതുകൊണ്ട് അമ്മ അച്ഛനും വേണേ പോക്കോ. ചേച്ചിമാരോട് എന്റെ അന്വേഷണം പറയും. അതുകൊണ്ടാ മോളെ ഞങ്ങൾ നിർബന്ധിക്കാത്തത്. എങ്കിൽ പിന്നെ ഗോവിന്ദേട്ടാ, നമുക്ക് പോയാലോ? ഞാൻ വരണോ കനകെ? എനിക്ക് ഇന്നെന്തോ വല്ലാത്തൊരു ക്ഷീണം പോലെ. എങ്കിൽ പിന്നെ ഗോവിന്ദേട്ട് റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് വരാം. ശരി, ഓക്കെ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയാണ്. ദേവ്യാനി പതുക്കെ ചെന്നിട്ട് നയനയുടെ കണ്ണ് പൊത്തുന്നുണ്ട്. അമ്മേ, എനിക്ക് മനസ്സിലായിട്ടോ. ഇത്ര പെട്ടെന്ന് തന്നെ മനസ്സിലായോ? പിന്നെ അമ്മയുടെ കൈ എനിക്ക് ഒരു തവണ പിടിച്ചാൽ മതി, അപ്പൊ തന്നെ ആളെ പിടികിട്ടും. പിന്നെ ഇതുപോലുള്ള വിക്രസ് ഒക്കെ ചെയ്യാൻ ഇപ്പൊ അമ്മയല്ലേ ഉള്ളൂ. കിട്ടുന്ന അവസരം എന്നെ കളിയാക്കിക്കോട്ടോ. കളിയാക്കിയതല്ല അമ്മേ, സ്നേഹത്തോട് പറഞ്ഞതല്ലേ. ശരി. അതെ, ഞാൻ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണേ. മോൾക്ക് ഭക്ഷണം എടുത്തരണമെന്നും അടുത്തിരുന്ന് വാരിത്തരണമെന്നും വരെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു കാതോർത്ത് നിൽക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട് ഈ വീട്ടില്. അതൊക്കെ മോൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് ആ ജലജ, അവക്ക് നല്ല സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മ, നമ്മളായിട്ട് അവർക്ക് സംശയത്തിനൊരു ഇട വരുത്തണ്ട. ഞാൻ ഇവിടുന്ന് പോവാ. ശരി മോളെ. അതെ, മുറി കയറുമ്പോ അമ്മയെ വിളിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ വിളിക്കാം. ശരി. ആ സമയത്താണ് കനക അനന്തപുരിയിലോട്ട് കയറി വരുന്നത്. ദേവ്യാനിയും ജയിനും ഒക്കെ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കനകയുടെ വരവ് കണ്ടപ്പോ തന്നെ ദേവ്യാനി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ഇത് കനകയല്ലേ? കനകയുടെ കൂടെ ഗോവിന്ദനും നന്ദുവൊന്നും ഇല്ലല്ലോ. അവരെയും കൂടി കൂട്ടായിരുന്നില്ലേ കനകയ്ക്ക്? കനക കയറി വന്ന പാടെ തന്നെ ദേവ്യാനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവ്യാനി ചേച്ചി നോക്കുന്നേ? ഒന്നുമില്ല. സാധാരണ ഗോവിന്ദന്റെ കൂടെയാണല്ലോ വരാറുള്ളത്. ഇന്ന് ഗോവിന്ദനെ കണ്ടില്ല, അതുകൊണ്ട് നോക്കിയതാ. ഗോവിന്ദേട്ടൻ ഇന്ന് ശില്പത്തിന് പണിയുണ്ട്. അത് മാത്രല്ല ഇന്നലെ നല്ല പനിയായിരുന്നു, അതിന്റെ ഒരു അസ്വസ്ഥതയുണ്ട്. കുറെ ആയില്ലേ മക്കളെയൊക്കെ കണ്ടിട്ട്. 7ാം മാസ ചടങ്ങൊക്കെ നടത്തണ്ടേ, അതിനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഗോവിന്ദേട്ടന് വയ്യാത്തതുകൊണ്ട് കൂട്ടിയില്ല. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ നന്ദുവിനെ കൂട്ടായിരുന്നില്ലേ? അവളുടെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ അവക്ക് നേരമില്ല. പോലീസ് ക്യാമ്പിന് പോകുന്നതിനുള്ള പരിശീലനങ്ങളാ. നന്ദുവിന് എന്തിനാ പരിശീലനം? അവള് തന്നെ ഒരു പോലീസുകാരിയല്ലേ ഇപ്പോ. അതൊക്കെ ശരി തന്നെയാ. എന്നാലും നന്ദു വരാതിരുന്നത് ശരിയായില്ല. ഒന്നുമില്ലെങ്കിലും അവളുടെ 2 ചേച്ചിമാരിവിടെ ഇല്ലേ? ഒന്നും ഉണ്ടായിട്ടല്ല സാറേ. എന്റെ മോൾ ഇങ്ങോട്ട് വരുന്നത് കണ്ട അതിവിടെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് അനിമോന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും. അങ്ങനെയുള്ള സ്ഥിതിക്ക് മോൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. കനകെ, ഒരിക്കലും അങ്ങനെ മാത്രം പറയരുത്. അങ്ങനെ ചിന്തിക്കുന്നത് അവരുടെ തെറ്റായി മാത്രമേ കരുതാൻ പറ്റൂ. എന്ന് കരുതി നന്ദുവിന്റെ 2 ചേച്ചിമാരെ കാണാതിരിക്കാം നന്ദുവിന് പറ്റൂ? അത് പറ്റില്ല. എന്നാലും ഇങ്ങനെയുള്ള വരവുകളൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. അവൾ അവളുടെ ചേച്ചിമാരെ പുറത്തുനിന്ന് കണ്ടോട്ടെ. എന്നാലും കുഴപ്പമില്ല. ഇവിടെ അനിമോന്റെ ജീവിതത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഞങ്ങൾക്ക് അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ദേവ്യാനി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് പറയുന്നുണ്ട്. അതെ, നന്ദു ശ്രദ്ധിച്ചാ മതി, അപ്പൊ പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോ അനിമോ മറ്റൊരാളുടെ ഭർത്താവാ. ആ സ്ഥാനത്ത് നിന്ന് എന്റെ മോൾ ഒരിക്കലും അവനെ തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കില്ല.
ഹാ, ശ്രമിക്കാതിരുന്നാ നിങ്ങൾക്ക് നല്ലത്. എന്നാ കനകയുടെ ശബ്ദം കേട്ടിട്ട് നയനയും നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, അമ്മേ, അമ്മ ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഓ, എനിക്ക് എന്റെ മക്കളെ കാണാൻ മുന്നറിയിപ്പൊക്കെ വേണം. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അമ്മേ ഈ സാരി പൊളിച്ചു. ഈ സാരിയിൽ അമ്മയെ കാണാനേ എന്തോ ഒരു പ്രത്യേക ഭംഗി. ആണോ? ഇത് ആദർശമും വാങ്ങി തന്ന സാരിയാ. മോളുടെ സെലക്ഷൻ അല്ലേ, എങ്ങനെ നന്നാവാതിരിക്കും? അപ്പൊ ദേവേനെ മനസ്സിൽ കരുതുന്നുണ്ട്. സെലക്ഷൻ കൊള്ളാം, കനകയ്ക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. ദേവേനി ചേച്ചി, എങ്ങനെയുണ്ട് എനിക്ക് ഈ സാരി? ആ, കുഴപ്പമൊന്നുമില്ല, വലിയ തരക്കേടില്ലെന്നേ പറയാൻ പറ്റൂ. ഓ, ദേവേനി ചേച്ചി ഇനി ഭംഗിയുണ്ടെങ്കിലും അങ്ങനെയല്ലേ പറയൂ. എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്തിനാ പിന്നെ എന്നോട് ചോദിക്കുന്നത്? നിങ്ങളെ മോളോട് തന്നെ ചോദിക്കുക, അവള് വലിയ ഡിസൈനർ അല്ലേ, കൊമ്പത്തെ ഡിസൈനർ. ദേവേനി ചേച്ചിക്ക് ഇപ്പോഴും എൻ്റെ മോളോട് വെറുപ്പാണല്ലേ? ഇങ്ങനെയൊന്നല്ല കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മോള് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത്. ചേച്ചിക്ക് നല്ല മാറ്റം ഉണ്ടെന്നാ. പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാ എൻ്റെ മോള് ചേച്ചിയുടെ വാശിക്ക് മുന്നിൽ ഇങ്ങനെ ജീവിക്കുക? ഇത് കേട്ടപ്പോൾ ദേവിയനെ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ അവളോട് ദേഷ്യം പിടിക്കുന്നൊന്നുമില്ലല്ലോ. എന്നാലും എൻ്റെ പാവ മോൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. അത് ഏതൊരു അമ്മയായാലും അവർക്കത് സഹിക്കാൻ പറ്റില്ല. അതിന് ഞാൻ അവൾക്ക് ഒരു കുറവും വരുത്തുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. എൻ്റെ മോളോട് അതൊന്നും ചോദിക്കണമെന്നില്ല. എനിക്കറിയാം എൻ്റെ മോളുടെ അവസ്ഥ. ചേച്ചിക്ക് എൻ്റെ മോള് പോയി കഴിഞ്ഞാൽ മോൻക്ക് മറ്റൊരാളെ നോക്കണമെന്നുണ്ടായിരിക്കും. അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ മോളെ വേദനിപ്പിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്കാർക്കും എൻ്റെ മോളൊരു ശല്യം ആവില്ല. അതിന് ഞാൻ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നത്. അപ്പോൾ ദേവേനെ പറയുന്നുണ്ട്, എന്തിനു വിളിച്ചോണ്ട് പോകണം? അവക്കിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല. എന്നാലും എൻ്റെ മോളെ സങ്കടം എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അതിന് നയനമോൾക്ക് എന്ത് കുറവാ ഉള്ളത് കനകെ? അപ്പം കനക മനസ്സിൽ കരുതുന്നുണ്ട്, മോളെന്നുള്ള വിളി ഏതായാലും ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരുന്നുണ്ട്. ചാടത്തങ്ങനെ. അല്ല, അവക്ക് ഞാനിവിടെ ഒരു കുറവും വരുത്തുന്നില്ല. അപ്പ കനക പറയുന്നുണ്ട്, ആ സ്നേഹമൊക്കെ എത്ര കാലത്തിനാ? അതൊക്കെ ഇന്നലെ ഇന്നെന്ന് പറഞ്ഞ് മകനെയും ഭർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എൻ്റെ മോൾക്ക് കൊടുക്കുന്ന വാത്സല്യ സ്നേഹമാണ്. അത് ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതായാലോ? അപ്പം അത് യാഥാർത്ഥ്യമുള്ള സ്നേഹമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചേച്ചി, ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോവുക. പിന്നെ എൻ്റെ നവ്യമോൾ ഇപ്പം ഗർഭിണിയായി കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ മോളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 2 പെൺമക്കളെയും ഇവിടുന്ന് കൊണ്ടുപോയേനെ. കനകെ, ഇപ്പം ഇവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താ? അത് പിന്നെ ആദർശിന് ഇവളെ ആവശ്യമാണ്. ആദർശിന്റെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ടാണോ എൻ്റെ മോളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? എന്ന ദേവി എനിക്ക് പറയാൻ മറുപടി ഒന്നുമില്ല കേട്ടോ. കനകെ, നിന്റെ മോൾക്ക് ഇവിടെ ഒരു കുറവും വരത്തില്ല. അതുകൊണ്ട് നീ അവളെ കൊണ്ടുപോകാനും നിൽക്കണ്ട. നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക്, അവൾക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോന്ന്. എന്നാൽ ഇതൊക്കെ മറുവശത്ത് നിന്നും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ജാനകിയും ജലജയും. ഹോ, എൻ്റെ ഏട്ടത്തിക്ക് ഇത് എന്തിന്റെ കേടാ ജാനകി? അത് തന്നെ, അവളെ അങ്ങ് കൊണ്ടുപോയിക്കൂടത്തെന്ന് കരുതണ്ടേ? ഏട്ടത്തിക്കേ കരളെ കേടുന്നതിന് ശേഷം വല്ലാത്തൊരു മാറ്റം. എന്നാലും ഇവർക്കിത് ഒടുക്കത്തൊരു മാറ്റമായിപ്പോയി. ഓക്കെ, അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, കനക വേണമെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം നിൽക്ക്. അപ്പം മനസ്സിലാവുമല്ലോ നയനക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന്. എന്തായാലും ഞാൻ ഇന്ന് എൻ്റെ മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. മോളെ എൻ്റെ കൂടെ വരണം. അപ്പൊ ജയൻ പറയുന്നുണ്ട്, നയനമോൾക്ക് ഇപ്പൊ ഇവിടെ ഒരു കുറവുമില്ല. ദേവിയാനി പഴയ പോലെയൊന്നല്ല, നയനമോളെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് കനക ദയവ് ചെയ്തിട്ട് നയനമോൾ ഇവിടുന്ന് കൊണ്ടുപോകരുത്. കനകയ്ക്ക് വേണമെങ്കിൽ മോളെ കുറച്ച് ദിവസം നിൽക്കാൻ വേണമെങ്കിൽ കൊണ്ടുപോവാം. അല്ലാതെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നടത്തി മാറ്റരുത്. അത് ഈ അച്ഛൻ്റെ ഒരു അപേക്ഷയായിട്ട് കാണണം. അതെ കനകെ, നീ നയനമോളെ കൊണ്ടുപോകണ്ട. അതെന്താ, ദേവിയാനി ചേച്ചിക്ക് നയനോട് ഇഷ്ടം തോന്നി തുടങ്ങിയോ? അത് പിന്നെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, എൻ്റെ മോൻക്ക് വേണ്ടിയാ. എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുപോവുക. ചേച്ചിക്ക് എന്ന് മുതലാണോ എൻ്റെ മോളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടാൻ തോന്നുന്നത് അന്ന് ഞാൻ ഇവിടെ കൊണ്ടുവിടും. എന്ന ദേവിയാനിക്ക് മറുത്തൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. നവ്യയോടാണെങ്കിൽ കനക കണ്ണിറമ്മി കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നവ്യ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തോ ഇതിന് പിന്നിലുണ്ടെന്ന് നവ്യക്ക് മനസ്സിലാവുന്നുണ്ട്. നവ്യ എന്തായാലും അമ്മയുടെ കൂടെ കൂടുന്നുണ്ട്. അമ്മേ, അവൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേക്കാളും ഭേദം അമ്മ അവളെ കൊണ്ടുപോകുന്നത് തന്നെയാണ്. ഇവിടെ ചിലരൊന്നും അവൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് വല്യമ്മ നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ വല്യമ്മ അവളെ സ്നേഹിക്കുന്നൊന്നുമില്ല. ആര് പറഞ്ഞു? അപ്പം പിന്നെ വല്യമ്മ പറ, അവളെ സ്നേഹിക്കുന്നുണ്ടോ? അത് ദേവി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം കനക പറയുന്നുണ്ട്, നയനെ നീ ഇനി വാശി പിടിക്കരുത്, വരാൻ നോക്കിയേ. നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും. അത് പ്രതിമ വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, വാ. അമ്മേ, ഞാൻ വരുന്നില്ല, നിന്നോട് ഞാൻ വരാനാ പറഞ്ഞത്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അമ്മേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇതും പറഞ്ഞ് ദേവിയനെ മാറ്റി നിർത്തി നയന സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, ഞാൻ പെട്ടെന്ന് വരാം. എൻ്റെ അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. കനക ഇനി എന്തെങ്കിലും ഷാട്ടിയും പിടിക്കുമോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. മോള് പോയിട്ട് ഇന്നവിടെ നിൽക്കരുത്. പെട്ടെന്ന് കനകയെ കാര്യം മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് വന്നോളണം. ശരി അമ്മേ, ഞാൻ എന്തായാലും വരും. ശരി. മോളെ ശ്രദ്ധിച്ചൊക്കെ പോണേ. ഞാൻ ശ്രദ്ധിച്ചൊക്കെ പോവുള്ളൂ അമ്മേ.
ശരി, അങ്ങനെ എന്തായാലും കനക നയനയെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ്. എന്തായാലും കനക നയനയെ സത്യങ്ങളൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇട്ട് രണ്ടുപേരെയും കളിപ്പിക്കുന്നുണ്ട്. എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇനിയുള്ളത്. ആ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.